ആശയത്തെ കൂടി ഖണ്ഡിക്കാനാണ്. പിന്നെ പൊന്നാനിക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ് സമദാനിയെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം. ആരാ അബ്ദുസമദ് സമദാനി? അബ്ദുസമദ് സമദാനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം, എൻ്റെ നാട്ടിലെ ഒരു ടീച്ചർ, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയാണ്. ആ ടീച്ചർ പറയാ, എനിക്ക് ഒരു കാര്യത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. സമദാന്റെ 2 വയല് കേട്ടപ്പോൾ ഞാൻ നിത്യം സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി. ഞാൻ നിത്യം സ്വലാത്ത് ചെല്ലുന്നു സമദാന്റെ വയല് കേട്ടിട്ട്. അബ്ദുസമദ് സമദാനി നമ്മളോട് വിളിച്ചു പറയുന്ന, ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിലും സ്വലാത്ത് ചെല്ലാതെ ഒരു വരി അദ്ദേഹം റസൂലുള്ളാഹിനെ പറ്റി പറയില്ല. നമ്മളൊക്കെ വലിയ ആളുകളാണ്, നമ്മൾ പണ്ഡിതനെ, ഞാൻ പൈസയാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ കിതാബ് ഓതിയ ആളാണെങ്കിൽ പോലും അബ്ദുസമദ് സമദാനി എന്നേക്കാൾ വലിയ കിതാബ് ഓതിയ ആളാണ്. അദ്ദേഹത്തെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെറുതെ എന്തെങ്കിലും സമദാനി സാഹിബ് നമുക്ക് റസൂലുള്ളാഹിന്റെ ഒരു പ്രഭാഷണം നടത്തിയാൽ എന്താന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടേ ബാക്കി പറയും. ഏത് തിരക്കുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചെല്ലാതെ സമദാനി ഒരു അക്ഷരം പറയൂല. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. അല്ലാമ ഇഖ്ബാൽ അക്കാദമി ഉണ്ട് എറണാകുളം, ഇവിടെ കോഴിക്കോട്. സമദാനിയുടെ ആസ്ഥാനമാണ് അവിടെ. കോഴിക്കോട് വന്ന അദ്ദേഹം പുസ്തകം വായിക്കാൻ, കിതാബ് നോക്കാൻ, പ്രസംഗത്തിന് ഗവേഷണം നടത്താൻ, കാര്യങ്ങൾ ചിന്തിക്കാൻ അദ്ദേഹം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് അക്കാദമി, ഇഖ്ബാൽ അക്കാദമി. അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കും, അമീർ ഫൈസി വിളിക്കും, മുസ്തമാഷ വിളിക്കും, ഓണപ്പള്ളി വിളിക്കും. ഞങ്ങൾ 4-5 ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ അങ്ങ് കൂടും. അവിടെ കൂടിയ വല്ലാത്ത രസ. സമദാനി റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ലോകത്തിലേക്ക് അങ്ങ് പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ സമകാലികതയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇമാം ബൂസൂരി തങ്ങളെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ, സ്വലാത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ. ആ സമദാനിയുടെ ആത്മീയതയെ തൊട്ടറിയുന്നവരും സമദാനിയാണ് തന്നെ പിന്തുണക്കുക.